ദിവസേന ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം എത്രത്തോളമുണ്ട്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് കായംകുളം BRCയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ 47 കുട്ടി ഗവേഷകർ തങ്ങളുടെ പ്രോജക്റ്റ് ആരംഭിച്ചത്. കട്ടച്ചിറ, കാപ്പിൽ, ഭരണിക്കാവ്, കായംകുളം എന്നീ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളെയും ജനങ്ങളുടെ ആരോഗ്യശീലങ്ങളെയും കുറിച്ച് മാസങ്ങൾ നീണ്ടുനിന്ന പഠനമാണ് ഇവർ നടത്തിയത്. അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം നമ്മുടെ കിണറുകളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും വ്യക്തി ശുചിത്വത്തിലൂടെ ജലജന്യ രോഗങ്ങളെ എങ്ങനെ തടയാമെന്നും ഈ കൊച്ചു ഗവേഷകർ ഈ പ്രൊജക്റ്റിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. MSM കോളേജ് കായംകുളം, കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ സബ് ഡിസ്ട്രിക്ട് ലാബ് എന്നിവയുടെ സഹകരണവും ഈ ഗവേഷണത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. അറിവിനെ പ്രവൃത്തിപഥത്തിലെത്തിച്ച ഈ ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് കുട്ടി ഗവേഷകരായ ആദർശ് അബു, മുഹമ്മദ് റംസാൻ, ആലിയ ടി. ഞാൻ വായുവിലും വെട്ടും ഭൂമിയിലും വെട്ടും. കായംകുളത്തിന്റെ സമാധാനം കളയുന്ന ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെയും ടൈഫോയിഡിനെയും കോളറയും ഞാനിതാ വധിക്കാൻ പോവുകയാണ്. അപ്പോ നീ വേണ്ടതോറും വായുവിലാണ്, ഞാനുള്ളത് കിണറുകളിലും പൊട്ടിയ ലൈൻ പൈപ്പുകളിലുമാണ്. നീ ആരടാ? ഞാനോ? ഞാൻ ബാക്ടീരിയ ബാബു. എന്റെ കയ്യിൽ കോളിഫോം ബാക്ടീരിയയുടെ വലിയൊരു സൈന്യം തന്നെയുണ്ട്. 49 എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അടുത്തിടെ കുട്ടികൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തുകയുണ്ടായി. നീ എന്നെ എങ്ങനെ തോൽപ്പിക്കണോ ചെറുക്കാ? നിർത്തപ്പോ, നീ എടുക്കേണ്ടത് ഈ പ്ലാസ്റ്റിക് വാളല്ല. ദേ ഈ റിപ്പോർട്ട് നോക്കൂ. നമ്മുടെ നാട്ടിലെ ഭൂഗർഭജലത്തിന്റെ മേൽത്തട്ടാകെ മലിനമാണ്. റിപ്പോർട്ടോ? ഇതിലൊക്കെ എന്തുണ്ട്? ദേ നോക്കൂ, കായംകുളം, മങ്കുഴി, ചൂനാട് പ്രദേശങ്ങളിലെ 40 വീടുകളിൽ സർവേ എടുത്തപ്പോൾ കണ്ടത് 82.5% പേർക്കും ജലജന്യ രോഗങ്ങളും അവ പറ്റുന്ന രോഗകാരികളെ പറ്റിയും അറിവുണ്ട്. പക്ഷെ അവർ അത് ശീലമാക്കുന്നില്ല. ദേ ഇവൻ വരുന്നത് കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള കൃത്യമായ അകലമില്ലാത്തത് കൊണ്ടാണ്. നിയമം പറയുന്നത് 7.5 മീറ്റർ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ജനസാന്ദ്രത കാരണം അത് പ്രായോഗികമാകുന്നില്ല. നിനക്ക് ഈ റിപ്പോർട്ടിലെ ഡേറ്റകൾ എവിടെ നിന്നാണ് ലഭിച്ചത്? ജലസ്രോതസ്സുകളെ ജലം നീ എങ്ങനെയാണ് പരിശോധിച്ചത്? കായംകുളം വാട്ടർ അതോറിറ്റിയിൽ നിന്നും സെക്കൻഡറി ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തു. പിന്നെ നിനക്ക് അറിയില്ല, കായംകുളം MSM കോളേജ് അവിടുത്തെ ബയോടെക്നോളജി ലാബിൽ കായംകുളത്തെ 55 ജലസ്രോതസ്സുകളിലെ ജലമാണ് പരിശോധനയ്ക്ക് വിധേയമായത്. അല്ല, ഈ 55 സാമ്പിളുകളിൽ എത്രണ്ണമാണ് മലിനമായതും എത്രണ്ണമാണ് മലിനമല്ലാത്തതും? 55 ജലസ്രോതസ്സുകളിൽ 49ലും ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവ മണ്ണിലോ സസ്യങ്ങളിലോ കാണുന്ന നിരുപദ്രവകാരികളായ ബാക്ടീരിയകളാകാമെങ്കിലും ഇവയുടെ സാന്നിധ്യം ജലസ്രോതസ്സുകളിലേക്ക് എത്തുമ്പോൾ ജലസ്രോതസ്സിലെ ബാഹ്യമായി മലിനജലം കാണുന്നു എന്നതിന്റെ തെളിവാണ്. പിന്നെ ഈ തുറന്ന കമ്പോസ്റ്റ് കുഴികൾ, അതിൻ്റെ അകത്ത് ഞാനുണ്ട്. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അത് ഞാൻ നേരിട്ട് നീന്തി നിങ്ങളുടെ ഒക്കെ കിണറുകളിലേക്ക് എത്തും. എങ്കിൽ ഞാൻ എൻ്റെ യുദ്ധതന്ത്രം മാറ്റാൻ പോവുകയാണ്. എൻ്റെ കയ്യിലെ ആയുധങ്ങൾ ഇതാ. ഞാൻ കിണറിൽ കൃത്യമായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കും. വെള്ളം തിളച്ചാൽ ഉടനെ ഓഫാക്കില്ല. 20 മിനിറ്റ് എടുത്ത് മുഴുവനായി തിളപ്പിച്ച് നിന്നൊക്കെ ഞാൻ നശിപ്പിക്കുവാടാ. അയ്യോ, 20 മിനിറ്റോ? ആ 20 മിനിറ്റ്. അത്ര നേരം നിന്നാ ഞാൻ വെന്ത് പോകുമല്ലോ. വെന്ത് പോകണമല്ലോ. ഞാൻ വിചാരിച്ച എല്ലാരും വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ അതങ്ങ് ഓഫാക്കുന്നു. ഇനി അത് നടക്കില്ല. അപ്പോ പ്രധാനപ്പെട്ട ഒന്നിന്റെ ടൈഫോയിഡ് റിപ്പോർട്ട് ചെയ്ത 5% വീടുകളിലെയും ക്ലോറിൻ ജലശുദ്ധീകരണത്തിലെ അശ്രദ്ധയായിരുന്നു കാരണം. അതുകൊണ്ട് ക്ലോറിൻ ഡിമാൻഡ് ടെസ്റ്റ് നടത്താൻ മുൻകൈ എടുക്കണം. കേട്ടല്ലോ ബാക്ടീരിയ ബാബു, നിന്റെ കളി ഇനി ഇവിടെ നടക്കില്ല. ഞങ്ങൾ കിണറും മറ്റു ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കും. അയ്യോ, ഈ കുട്ടികളെല്ലാം പഠിച്ചല്ലോ. ഇവരിതെല്ലാം പ്രായോഗികമാക്കിയാണെങ്കിൽ എനിക്കിനി ഇവിടെ കഴിയാൻ സാധിക്കില്ല. ഞാൻ പോവാ. കണ്ടില്ലേ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലത് രോഗം വരാതെ നോക്കുന്നല്ലേ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളുടെ പരിസര പ്രദേശം ശുചിത്വമുള്ളതാവണമെങ്കിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ജലം ജീവന്റെ അമൃതാണ്. അത് രോഗങ്ങളുടെ ഉറവിടമാവാൻ സമ്മതിക്കരുത്. ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി പ്രാദേശികമായി ലഭ്യമായതും ചിലവ് കുറഞ്ഞതും പ്രകൃതിത്വവുമായ ഒരു മൊബൈൽ ഫിൽട്രേഷൻ ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ ഫിൽറ്ററിൽ ഏറ്റവും താഴെയായി ശുദ്ധമായ തുണിയും അതിനു മുകളിലെ കഴുകി വൃത്തിയാക്കിയ മണലും ക്രമീകരിച്ചിരിക്കുന്നു. അതിനു മുകളിൽ ചിരട്ടക്കരിയും ഫിൽറ്റർ മീഡിയമായി മുരിങ്ങയുടെ വിത്ത് ഉണക്കി പൊടിച്ചതുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായി ചേമ്പിന്റെ കൊഴുപ്പുള്ള സത്തും ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനുള്ളിലെ മുരിങ്ങയുടെ വിത്ത് ഒരു നാച്ചുറൽ കൊയാഗുലന്റ് ആയാണ് പ്രവർത്തിക്കുന്നത്. അത് ഇതിലുള്ള ബാക്ടീരിയകളെ അഴുക്കിനെയും ആകർഷിച്ച് കൂട്ടി യോജിപ്പിച്ച് അടിയിക്കുന്നു.
ഈ ബാക്ടീരിയകൾക്ക് ഒഴിക്കലും നെഗറ്റീവ് ചാർജും ഇതിനുള്ളിലുള്ള പ്രോട്ടീനുകൾക്ക് പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള ചേമ്പിൻ്റെ സത്ത് അതെന്ന് പറയുന്ന ഒരു മ്യൂസിലേജ് ആണ്. അതിൻ്റെ അകത്തു നിന്നുള്ള പോളിമേഴ്സ് ഈ പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചിരട്ടക്കരി ഉപയോഗിച്ചിട്ടുണ്ട്. ചിരട്ടക്കരി ഇതിൻ്റെ അകത്തുള്ള അനാവശ്യമായ മണങ്ങളും രാസവസ്തുക്കളും നീക്കം ചെയ്യും. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ മണലും തുണിയും ഇതിൻ്റെ അകത്തുള്ള ഭൗതികമായ മാലിന്യങ്ങളെയാണ് നീക്കം ചെയ്യുന്നത്. സമയപരിമിതിയും ലാബ് സംവിധാനങ്ങളുടെ അഭാവവും കാരണം ഞങ്ങൾക്ക് ഈ ഫിൽറ്ററിൻ്റെ ബാക്ടീരിയോളജിക്കൽ നിലവാരം പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ചില പഠനങ്ങൾ പറയുന്നത് ഇതിന് 90 മുതൽ 95% വരെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിവുണ്ടെന്നാണ്. അതുകൊണ്ട് ഇതിനെ ഒരു താൽക്കാലികമായ ജലശുദ്ധീകരണ മാർഗമായി നമുക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിനുള്ളിൽ ഞങ്ങൾ ചേമ്പിൻ്റെ കൊഴുപ്പുള്ള സത്തും പിന്നെ മുരിങ്ങയുടെ വിത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നല്ലോ. 5 മുതൽ 10 ദിവസങ്ങൾ കൂടുമ്പോൾ നമുക്കിത് മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് കിടന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഹാൻഡ് റൈസ് ചെയ്താൽ മതി, മൈക്ക് കൊണ്ടുതരാം. ഇതിപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി കുറേ പ്യൂരിഫയേഴ്സും ഫിൽറ്റേഴ്സും അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഡിവൈസ് അവരെന്തുകൊണ്ട് ഉപയോഗിക്കണം? ഇത് പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിന് നല്ലതുപോലെ ചിലവ് കുറവാണ്. 750 രൂപ താഴെ മാത്രമാണ് ഇതിൻ്റെ ബിൽഡിംഗ് കോസ്റ്റും എല്ലാം കൂടെ വരുന്നത്. Any questions? Judges? ഹലോ. ഈ ചേമ്പിന്റെ ഇല മാറ്റണം എന്ന് പറഞ്ഞില്ലേ, ചീഞ്ഞു പോകുന്നു പറഞ്ഞില്ലേ, അപ്പൊ ഇതെങ്ങനെ മാറ്റുക? ഇത് ഞങ്ങളൊരു കോട്ടൻ്റെ ഒരു തുണിക്കകത്താണ് ഞങ്ങളിത് വെച്ചിരിക്കുന്നത്. ചേമ്പ് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുകയല്ല. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള കൊഴുപ്പാണ് ഞങ്ങൾ ഈ തുണിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അതാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല. നമ്മൾ കുറേ വട്ടം ഉപയോഗിച്ച് കഴിയുമ്പോഴും മെല്ലെ മെല്ലെ അത് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് മാറ്റണമെന്ന് പറയുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പോളിമറൈസേഷൻ നടക്കത്തില്ല. വെള്ളം മലിനമായി നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് റെഗുലറായിട്ട് മാറ്റണം. ഈ ഫിൽറ്ററിൽ കുറേ കൽക്കമ്പ് തുടങ്ങിയല്ലേ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഈ ഫിൽറ്ററിൽ വെച്ചിട്ടുള്ളത്? ഇതെന്ന് പറയുന്നത് പല പഠനങ്ങളും ഇത് പറയുന്നുണ്ട്. ഈ ചിരട്ടക്കരി ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള രാസവസ്തുക്കളെയും മണങ്ങളും ഒക്കെ നീക്കം ചെയ്യും. ഈ വെള്ളത്തിൻ്റെ അകത്ത് പല രാസവസ്തുക്കളും കലരാം. ഇതിനെ അസിഡിക് ആക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്ത് കലർന്നാൽ നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് ചിരട്ടക്കരി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല പഠനങ്ങളിൽ നിന്നും ഉള്ള ശാസ്ത്രീയമായ അടിത്തറയുണ്ട് ഈ ഫിൽറ്ററിൻ്റെ ക്രിയേഷനിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണ്ടേ? അതിന് പകരം എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ചേമ്പിന് പകരം അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും നാച്ചുറലായിട്ടുള്ള പോളിമേഴ്സ് വേണം.
പക്ഷേ അത് വെള്ളത്തിൻ്റെ അകത്ത് വലിയ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാകാത്തതാണ് ചേമ്പ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഉപയോഗിച്ചത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് ചേമ്പ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചേമ്പിനകത്തുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ചേമ്പിൻ്റെ അകത്തല്ല, അത് വേറെ ചേമ്പാണെങ്കിൽ ഇതായിട്ട് മ്യൂസിലേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മ്യൂസിലേജ് അതാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പോളിമറാണ്. ഇത് ബോണ്ട് ചെയ്യിക്കും. ഇതിൻ്റെ അകത്തുള്ള ഈ ബാക്ടീരിയകളെ അഴുക്കിനെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ആണ് ഇതിൻ്റെ അകത്ത് ഈ പോളിമർ യൂസ് ചെയ്തിരിക്കുന്നത്. ആണോ? എത്ര ലിറ്റർ വെള്ളം വരെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? ഇത് 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു പൈപ്പാണ്. ഇതിൻ്റെ അകത്ത് 4 ലിറ്റർ വെള്ളം ഒരേ സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് നിറയ്ക്കാം. അത് 20 മിനിറ്റിൽ അത് ഫിൽറ്റർ ചെയ്ത് ഇതിലെ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. താഴെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലോ മൈക്രോ പ്ലാസ്റ്റിക്സ്. ഇത് PVC പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ബദലായിട്ട് മറ്റ് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? അഥവാ ഈ PVC പൈപ്പുകൾ നമ്മളിത് സ്വാഭാവികമായിട്ടും പുറത്തൊക്കെ വെക്കുമ്പോൾ സൺലൈറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് പ്ലാസ്റ്റിക് സ്വാഭാവികമായിട്ടും ചെറിയ ഉരുക്കങ്ങൾ സംഭവിക്കാം. അത് അങ്ങനെ ശുദ്ധീകരിച്ച വെള്ളം കുടിക്കുന്നത് വഴി അത് മനുഷ്യ ശരീരത്തിന് ആപത്തല്ലേ? ഇതിനു ബദലായിട്ട് വേറെ എന്തെങ്കിലും ഈ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ഈ വെള്ളത്തിലൊന്നും അങ്ങനെ കലരാൻ സാധ്യതയില്ലാത്ത മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഈ സ്റ്റീലൊക്കെ, അതൊക്കെ ആണെങ്കിൽ ഇങ്ങനൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്റ്റീലിന് ഇരുമ്പ് ചോയ വരില്ലേ? കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ അത് തുരുമ്പിക്കത്തില്ലെന്നാണല്ലോ പറയുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാം. മൂവിങ് ടു ജഡ്ജസ്. അവതരണം നന്നായിരുന്നു, അഭിനന്ദനം. ഒരു ചോദ്യം, നിങ്ങൾ 20 മിനിറ്റ് തിളപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ, ആ 20 മിനിറ്റ് എന്നുള്ള അളവ് എവിടെ നിന്നാണ് കിട്ടിയത്? ഞങ്ങൾ അന്ന് പല സ്റ്റഡീസ് നോക്കിയപ്പോഴതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആരും അങ്ങനെ വെള്ളം അത്രയും തിളപ്പിക്കാനൊന്നും നിൽക്കത്തൊന്നുമില്ല. ആർക്കും അത്രയും പേഷ്യൻസ് ഒന്നും ഇല്ല. എല്ലാവരും തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തിളപ്പിക്കുന്നില്ല. പക്ഷേ ഈ ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ വെള്ളത്തിൽ നമ്മുടെ ഉള്ളിൽ വന്നാൽ അതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ലേ നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ടുകൂടെ ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസ് ഒക്കെ ചൂടും ഒക്കെ കാരണം ഇതൊക്കെ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാൻ തിളച്ച ഉടനെ തന്നെ വെള്ളം അങ്ങ് ഓഫ് ആക്കാറ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് 20 മിനിറ്റ് ആണ് ഒരു വെള്ളം തിളക്കാൻ. അപ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ ചത്തുപോകും. ബാക്ടീരിയാസ്, അമീബാസ് ഇതൊക്കെ നശിച്ചു. നിങ്ങൾ ഈ ഫിൽറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന വെള്ളം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടാണോ പറയുന്നത് അതോ ഊഹിക്കുന്നതാണോ? അല്ല, ചില ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ പലരും ഉപയോഗിക്കുന്നുമുണ്ട്. അവിടെ അന്ന് പണ്ട് വളരെയധികം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ അവർ മുരിങ്ങയുടെ വിത്ത് ഉണക്കി പൊടിച്ചത് വെള്ളത്തിൽ കലക്കി അവർ വെക്കും. ഇതുപോലെ 4 മണിക്കൂറാണ് അത് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ എടുക്കുന്നത്. ഈ പ്രോസസ്സിനെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചേമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു പോളിമറൈസേഷൻ ഇതിൻ്റെ അകത്ത് നടത്തി അത് കൂടി ചേർന്ന് താഴെ അടിയുന്നുണ്ട്. പൊതുജനത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു അവിഭാജ്യ ഘടകമാണ് ശുദ്ധമായ ജലം. ഈ ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തിയ കുട്ടി ഗവേഷക കൂട്ടത്തിന് ആദ്യമേ അഭിനന്ദനം. വളരെ നന്നായി അവതരിപ്പിച്ചു. താങ്ക് യു ടീച്ചർ. ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചതിനും വലിയൊരു കയ്യടി. താങ്ക് യു ടീച്ചർ. ഓക്കെ, ടെക്നിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഈ ഒരു പഠനത്തിന് ശേഷം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള മറ്റുള്ളവർ നിങ്ങൾ ഈ ഗവേഷണം ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർക്കുണ്ടായ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമോ? ഈ ഞങ്ങൾക്കുണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ജലമൊക്കെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ അശുദ്ധമായ ജലം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെയധികം അസുഖങ്ങളെല്ലാം വരാം. അതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ബോധ്യം കൂടെ നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് ഈ പ്രൊജക്റ്റ്. ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ കൂടുതൽ ചെയ്യാനുള്ളൊരു എൻകറേജ്മെൻ്റ് ഉണ്ടായോ? ഉണ്ടായി ടീച്ചർ. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടീച്ചർ.